റഷ്യയെ ചെറുത്തു നിൽക്കാൻ യൂറോപ്പിന് സ്വന്തമായി ഒരു സൈന്യം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യയുമായുള്ള ചർച്ചയിൽ യൂറോപ്യൻ രാജ്യങ്ങളും പങ്കെടുക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. മ്യൂണിക്കിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് സെലൻസ്കിയുടെ ഈ പരാമർശമുണ്ടായത്. അമേരിക്കയ്ക്ക് ഭീഷണിയുള്ള കാര്യങ്ങളിൽ യൂറോപ്പിനെ തള്ളിപ്പറയാൻ അമേരിക്ക മടിക്കില്ലെന്ന് സെലൻസ്കി പറയുന്നു. അപ്പോൾ യൂറോപ്പ് സ്വന്തം സേനയുണ്ടാക്കണം, അതിനുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുകയാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഞങ്ങളെ പിന്തുണക്കുന്നവരെ ഉൾപ്പെടുത്താത്ത കരാറിനെ അനുകൂലിക്കില്ല. ഉക്രൈൻ ഇല്ലാതെ ഉക്രൈനെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടാവില്ല. യൂറോപ്പില്ലാതെ യൂറോപ്പിനെക്കുറിച്ചൊരു തീരുമാനവും ഉണ്ടാവില്ലെന്നും സെലൻസ്കി പറഞ്ഞു. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് സെലൻസ്കിയുമായും സംസാരിച്ചു. തൻ്റെ പുതിയ ഭരണകൂടത്തിൻ്റെ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രചാരണ വേളയിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. നാറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകില്ലെന്ന ഉറപ്പും ട്രംപ് അന്ന് നൽകിയിരുന്നു. നിരവധി പേരാണ് യുദ്ധത്തിൽ മരിക്കുന്നത്, അതിനാൽ മേഖലയിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് താൻ കരുതുന്നതായി ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച ഉടൻ നടത്താമെന്ന് പുടിൻ സമ്മതിച്ചുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തങ്ങളെ കൂട്ടാതെ ട്രംപ് എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതിലെ അമർഷമാണ് സെലൻസ്കി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ട്രംപ് ഭരണത്തിൽ വന്നതോടെ അമേരിക്ക ഉക്രൈനെ സഹായിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് റഷ്യയുമായി പിടിച്ചു നിൽക്കാൻ യൂറോപ്പിന് സ്വന്തം സൈന്യം വേണമെന്ന പുതിയ ആവശ്യവുമായി സെലൻസ്കി ഇപ്പോൾ രംഗത്ത് വരുന്നത്. തീർച്ചയായും നമുക്ക് പണം ആവശ്യമാണ്, പക്ഷേ ശത്രുവിൻ്റെ മുന്നേറ്റം തടയാൻ പണത്തിന് മാത്രം കഴിയില്ലെന്നും സെലൻസ്കി ഓർമ്മപ്പെടുത്തി. ഉക്രൈൻ സൈന്യത്തെ കൂടാതെ റഷ്യയെ തടയാൻ യൂറോപ്യൻ സൈന്യങ്ങൾക്കും മതിയാകില്ല. യൂറോപ്പിൻ്റെ ഭാവി യൂറോപ്യന്മാരെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന തരത്തിലും യൂറോപ്പിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ യൂറോപ്പിൽ മാത്രം എടുക്കുന്ന രീതിയിലും സ്വന്തം സായുധ സേനയെ നാം കെട്ടിപ്പടുക്കണം എന്നാണ് സെലൻസ്കി പറയുന്നത്. അടുത്ത വർഷം നാറ്റോ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു വലിയ സൈനിക ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. 1 മുതൽ 1.5 ലക്ഷം വരെ സൈനികരെ, അതായത് 15 ഡിവിഷനുകളെ വിന്യസിക്കാനാണ് റഷ്യയുടെ പദ്ധതി. അവരുടെ ആദ്യ ലക്ഷ്യം ബെലാറസ് ആയിരിക്കുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അമേരിക്ക നാറ്റോ രാജ്യങ്ങളെ സഹായിക്കില്ലെന്ന് ട്രംപ് ഒരു സൂചനയും നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ യൂറോപ്പിന് സ്വന്തം സേന വേണമെന്നുള്ള ആഹ്വാനവുമായി സെലൻസ്കി രംഗത്ത് വന്നിരിക്കുന്നത്.